വെൽക്കം ടു ഷലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചിക്കൻ വറുത്തരച്ച കറിയാണ്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് 7 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർക്കാം. ഇനി അത് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായി സോട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ സവാള ചേർക്കാം. സവാള നീളത്തിൽ അരിഞ്ഞതാണ്, വളരെ കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് വേപ്പിലയും ചേർക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. നന്നായിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ സോട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. സവാള, പച്ചമുളക്, തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 2 സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതിൽ 1 സ്പൂൺ സാധാരണ മുളക് പൊടിയും 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മളുടെ വറുത്തരച്ച കറിക്ക് നല്ലൊരു കളർ കിട്ടും. എരിവ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 സ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് 1 മിനിറ്റ് സോട്ട് ചെയ്യാം. അതിൻ്റെ എല്ലാം ഒരു മസാലയുടെയൊക്കെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ. ഇപ്പോൾ മസാലയൊക്കെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് 1 കിലോ ചിക്കൻ ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. പാനിലേക്ക് 1/2 മുറി തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് ഈവനായി കിട്ടാൻ വേണ്ടി ഞാനൊന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലത് വലുതും ചെറുതുമായിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് ഒരേപോലെ ബ്രൗൺ കളറായി കിട്ടില്ല. ഇനി അത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു 5 അല്ലി ഉള്ളിയും കുറച്ച് വേപ്പിലയും ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നന്നായിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിൽ നല്ല ഫൈൻ പേസ്റ്റ് ആക്കി ഒന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ ഈ അരച്ച മിശ്രിതം നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർക്കാം. ചിക്കൻ മുങ്ങിക്കിടക്കുന്ന അത്രയും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ചെടുക്കാം. ഇനി ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഇപ്പം ചിക്കൻ തിളച്ചു വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. 5 അല്ലി ഉള്ളിയും ഒരു 4 ഉണക്കമുളക് മുറിച്ചതും ചേർത്ത് കുറച്ച് വേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. നാടൻ വിഭവങ്ങൾക്ക് ഇങ്ങനെ ഉള്ളിയും ഉണക്കമുളകും വേപ്പിലയും ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഉള്ളിയൊക്കെ നല്ല മൂത്ത് വരുമ്പം നമുക്ക് അതിലേക്ക് ഒരു 1/4 സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇങ്ങനെ മുളക് പൊടി നമ്മൾ ചേർക്കുമ്പോൾ കറിയുടെ മുകളിലൊക്കെ നല്ല ഒരു നെയ്മയൊക്കെ തെളിഞ്ഞു വരും. ഇപ്പം ഉള്ളിയും ഉണക്കമുളകൊക്കെ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ചിക്കൻ നല്ല വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ ഗരം മസാല ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഈ വറുത്തരച്ച കറി ആയതുകൊണ്ട് കുറച്ച് ഗ്രേവി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് തിക്ക് ഗ്രേവി ആയിക്കോളും. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. ഇനി നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത ഉള്ളിയും ഉണക്കമുളകും വേപ്പിലയും ചേർക്കാം. ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം.
ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ വറുത്തരച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.